ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT അന്വേഷണം 2025 ഭരണസമിതിയിലേക്ക് കൂടി നീങ്ങുന്നതോടുകൂടി സർക്കാരും CPM-ഉം കൂടുതൽ പ്രതിരോധത്തിൽ. PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതിക്ക് കൂടി പങ്കുണ്ട് എന്ന കണ്ടെത്തലാണ് SIT. ഒപ്പം കൂടുതൽ ക്രമക്കേടുകളിലേക്ക് ED അന്വേഷണം വ്യാപിക്കുന്നത് സർക്കാരിന് ഇരട്ടി പ്രഹരമാകും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, PS പ്രശാന്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇതൊക്കെ പണ്ട് നടന്നതാണല്ലോ, തനിക്കിതിൽ എന്ത് റോള് എന്നൊക്കെയായിരുന്നു. എന്തായാലും ഇപ്പോൾ SIT തന്നെ പറയുന്നു, നമ്മൾ എടുത്തു പറയുകയാണ്, അതായത് ഇത് കേന്ദ്ര ഏജൻസി അല്ല, SIT തന്നെ പറയുന്നു, സർക്കാർ നിയോഗിച്ച SIT തന്നെ പറയുന്നു പ്രശാന്തിന് കൂടി എന്തൊക്കെയോ ചില പങ്കുകൾ ഉണ്ട് എന്ന്. പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന്. ഇത് ഇപ്പോൾ സർക്കാരിന് മാത്രമല്ല പാർട്ടിയെ കൂടി വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ED അന്വേഷണം കൂടി എത്തുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ബാധിക്കും പ്രശാന്ത്? രാഖി, ശബരിമല സ്വർണ്ണ കവർച്ചയുടെ തുടക്കമെന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നതോടുകൂടിയാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ഈ ചർച്ചകൾ ഉണ്ടാകുന്നതും. സ്വർണ്ണ കവർച്ച എന്ന രീതിയിൽ നേരത്തെ ഈ 2018 ഇത്തരത്തിൽ വലിയ കവർച്ച നടന്നു എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം ആരംഭിക്കുന്ന തരത്തിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഈ 2025 PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന ഭരണസമിതിയായിരുന്നു വീണ്ടും തുടർന്നും ഈ സ്വർണ്ണപ്പാളികൾ നവീകരിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയത്. പാളികളിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം, അതോടൊപ്പം തന്നെ വിള്ളൽ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പാളികൾ, ദ്വാരപാലക ശില്പങ്ങളുടെ അടക്കം പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നത്. എന്തായാലും അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘവും എത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. മുൻകാലത്ത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ PS പ്രശാന്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേന്ദ്രീകരിച്ചുകൂടെ, അതായത് ഈ 2025 ഭരണസമിതിയുടെ നീക്കങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഹൈക്കോടതിയിൽ ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തു. ഇതാണ് ഏറ്റവും നിർണായകമായ ഒരു നീക്കമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് തുടർന്നു വന്നൊരു മുൻകാലത്ത് മാത്രമല്ല ഈ ഭരണസമിതികളുടെ എല്ലാം കാലത്തും തുടർന്നു വന്നൊരു നീക്കമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ PS പ്രശാന്തും പറഞ്ഞിരുന്നത്. തനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല, നേരത്തെ നടന്നതാണ് ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ച എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ പ്രശാന്തും ശ്രമിച്ചത്. എന്നാൽ അവിടം കൊണ്ടൊന്നും നിൽക്കുന്നില്ല. പ്രശാന്തിന് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ കേസിൻ്റെ ഒരു നീക്കമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞത് ഇതിൽ ഈ ഒരു ഭരണസമിതിയും അന്വേഷണം വിധേയമാകും, അതായത് PS പ്രശാന്തിൻ്റെ കാലത്തെ ഭരണസമിതിയും അന്വേഷണ വിധേയമാകും എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുകൂടി ആ ഭരണസമിതി 2025 ഭരണസമിതിക്ക് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നതോടെ സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഈ സ്വർണ്ണക്കള്ള അത് ശബരിമലയിൽ നിന്നും കൂടുതൽ സ്വർണം കട്ടെടുക്കുക അല്ലെങ്കിൽ കടത്തുക എന്നൊരു നീക്കമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഇതൊരു നീണ്ട ഒരു പ്രോസസ്സിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ നീണ്ട ഈ ഒരു ഇത്തരത്തിൽ ശബരിമലയെ ഒന്നടങ്കം കൊള്ളയടിക്കുക എന്ന നിലയിലേക്കൊക്കെ ഉള്ള നീക്കങ്ങളായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും തുടർന്ന് പുറത്തു വരാൻ പോകുന്നത്. അതോടുകൂടി തന്നെ CPM അല്ലെങ്കിൽ സർക്കാർ ഈ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ച കൊണ്ട് വലിയ രീതിയിലുള്ള വോട്ടുകുറവുണ്ടാകുന്നു. പല ഇടങ്ങളിലും ഭരണപരാജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനുകളടക്കം CPM-ന് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ നമുക്കറിയാം ചർച്ച ചെയ്യപ്പെട്ട പാലടി ഗാനങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച ജനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ഇതിൻ്റെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് CPM-ന് ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഇത്തരം 2025 ഭരണസമിതിയിലേക്ക് കൂടി നീങ്ങുമ്പോൾ അത് കൂടുതൽ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാകുകയും തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് ED ആണ്. ED-യുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകളാണ്. നമുക്കറിയാം, നേരത്തെ ജീഷൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സാമ്പത്തിക ക്രമക്കേടുകളിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുകയും അതിൽ ഇനിയും 5-ലധികം ഉന്നതർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഭിക്കുന്ന വിവരം കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തുള്ള നീക്കങ്ങൾ
കൂടി വരുന്നതോടുകൂടി തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും കൂടുതൽ കുരുക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്കറിയാം ഇപ്പോഴും ഈ കേസിൻ്റെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ കേസിൽ നിലവിലെ സംസ്ഥാന സർക്കാരും ഒരു ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടലുണ്ടായിരുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണെങ്കിൽ അത് 2025 ഭരണസമിതി കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നീങ്ങുന്നതോടുകൂടി തന്നെ കൂടുതൽ ഉന്നതർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണ് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2 മാസങ്ങൾ കൂടി കഴിയുന്നതോടെ സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയും ചെയ്യും. ഇതോടുകൂടി തന്നെ വീണ്ടും ശബരിമല സ്വർണ്ണ കവർച്ച ഒരു ചർച്ചാ വിഷയമായി മാറും. ആ ചർച്ചാ വിഷയമായി മാറുന്നതോടുകൂടി തന്നെ CPM-ഉം സംസ്ഥാന സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. മാത്രമല്ല സ്വർണം അത് കട്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടിയാണ് അല്ലെങ്കിൽ CPM കൂടിയാണ് എന്നതിന് ഒന്നുകൂടി തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കൂടുതൽ ഉന്നതർ ഇതിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ പുറത്തു നിൽക്കുകയാണ്. ഇനിയും കൂടുതൽ ഉന്നതർ ഈ കേസിൽ അറസ്റ്റിലാകേണ്ടിയിരിക്കുന്നു. അതോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. മാത്രമല്ല കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെയുള്ള വിഷയങ്ങളാണ്. ഇതെല്ലാം തന്നെ അത് ഏത് രീതിയിൽ സർക്കാരിനെയും പാർട്ടിയെയും ബാധിക്കുമെന്ന ചോദ്യം നിലനിൽക്കുകയാണ്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ PS പ്രശാന്ത് അടക്കമുള്ളവർ ചോദ്യമുനിയിലേക്കും ഒപ്പം തന്നെ അദ്ദേഹം പ്രസിഡന്റായ ഭരണസമിതിയിലേക്കും ഒക്കെ തന്നെ അന്വേഷണം എത്തുന്നത് എന്നതും വളരെ നിർണായകമല്ലേ? തീർച്ചയായും വലിയ നിർണായകം തന്നെയാണ്. കാരണം ഇനിയും കൂടുതൽ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അറസ്റ്റ് നടപടികൾ വന്നപ്പോൾ മുതൽ പ്രതിസ്ഥാനത്ത് പ്രതിപട്ടികകൾ ചേർത്ത അവിടെ മുതൽ അറസ്റ്റ് നടപടികൾ ഓരോന്നായി വന്നത് മുതലെല്ലാം CPM-ന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ MLA ആയിരുന്നവരും CPM അനുഭാവികളും CPM-ലെ ഉന്നതരും അടക്കമുള്ളവരാണ് ഈ അറസ്റ്റിലായത്. തുടർന്നും ഇനിയും ഉണ്ടായാൽ ഇനിയും അറസ്റ്റ് നടപടികൾ എത്തുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പലരും പല മുഖങ്ങളും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. പല കള്ളമുഖങ്ങളും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇതോടുകൂടി CPM-ന് ഇനിയും നിലവിൽ ഈ കാലഘട്ടത്തിലൊക്കെ തങ്ങളല്ല അല്ലെങ്കിൽ ഇതിനെയൊക്കെ തള്ളിപ്പറയാൻ നമുക്കറിയാം. ഈ പത്മകുമാറായാലും ശരി എൻബാസുനെ ആയാലും ശരി ഈ സ്വർണ്ണക്കവർച്ചയെ തള്ളിപ്പറയുന്നെങ്കിൽ പോലും ഈ നേതാക്കളെ ആരെയും തള്ളിപ്പറയുവാൻ CPM-ന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരെ സംഘടനാപരമായിട്ട് അവർക്കൊരു യാതൊരുവിധ നീക്കങ്ങളും അവർക്കെതിരായിട്ട് യാതൊരുവിധ നീക്കങ്ങളും നടത്തുവാനും ഇതുവരെ സംസ്ഥാന സർക്കാർ അതായത് CPM-ന് കഴിഞ്ഞിട്ടില്ല. അതായത് ചുരുക്കിൽ പറഞ്ഞാൽ അവരെ തള്ളിപ്പറയാൻ ഇതുവരെ CPM-ന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ പേര് അറസ്റ്റിലാവുന്നതോടുകൂടി തന്നെ CPM-ന്റെ ബന്ധം അത് പുറത്തു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വർണ്ണക്കവർച്ച നടത്തിയത് അത് CPM ആണ് എന്നത് ഉറപ്പിക്കപ്പെടും. അത് ചർച്ചയാകും. ഇത് ചർച്ചയാകുന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിന് അത് കാരണമാകുമെന്നതാണ് ഇപ്പോൾ CPM-നെ തന്നെ അത് അലട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന അടക്കമുള്ള നീക്കങ്ങൾ അണിയറയിൽ ആലോചിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് നേരത്തെ ഈ തന്ത്രിയുടെ അറസ്റ്റ് ഒരു വലിയ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് വലിയ വിഷയമായി എടുത്തുകൊണ്ട് തന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന നിലയിലേക്ക് എത്തിയത്. ഇത്രയും അറസ്റ്റ് നടന്നു. പക്ഷേ അറസ്റ്റ് നടന്നെങ്കിൽ പോലും അതിലേറ്റവും എടുത്തു പറയുകയും ഈ CPM-ന്റെ ഭാഗത്തുനിന്നായാലും ശരി മറ്റ് CPM സൈബർ ഇടങ്ങളിലായാലും ശരി തന്ത്രിയുടെ അറസ്റ്റിനെ വലിയ രീതിയിൽ പർവ്വതീകരിക്കുകയും തന്ത്രിയാണ് ഇതിനെല്ലാം മുഖ്യ സൂത്രധാരൻ എന്ന നിലയിലേക്കൊക്കെ ആക്കിക്കൊണ്ട് CPM അവിടെ നിന്നും പടിയൂരുന്ന അല്ലെങ്കിൽ CPM നേതാക്കളെ അവിടെ നിന്നും തലയൂരാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അത് ജനം തിരിച്ചറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും തുടർന്നും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് 2025 PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആ ഭരണസമിതി കൂടി അന്വേഷണ വിധേയമായി വരികയും ആ ഭരണസമിതിയുടെ ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ആ ഭരണസമിതിക്കും ഇത്തരത്തിൽ സ്വർണം കവർച്ച ചെയ്യുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് CPM-നും സംസ്ഥാന സർക്കാരിനും വലിയ തിരിച്ചടിയാവും, ഇരട്ടി പ്രഹരമാവും. നിലവിൽ ഉണ്ടായത് മാത്രമല്ല കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാവും, കൂടുതൽ പ്രഹരം ഏൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച അത് CPM-നും സംസ്ഥാന സർക്കാരിനും ബന്ധമുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാൽ ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. ആ ദേവസ്വം മന്ത്രിയുടെ ഇടപെടൽ നടത്താൻ സാധിക്കുന്നതായിരുന്നു. കാരണം ഉത്തരത്തിൽ ഉദ്യോഗസ്ഥർ ക്രമക്കേടുകൾ നടത്തുമ്പോൾ ആ ക്രമക്കേടുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ തക്ക ഒരു ഭരണ സംവിധാനം ഇപ്പുറത്ത് നിൽപ്പുണ്ട്, രാഷ്ട്രീയ സംവിധാനം ഇപ്പുറത്ത് നിൽപ്പുണ്ട്. ആ രാഷ്ട്രീയ സംവിധാനം തക്ക ഇടപെടൽ നടത്തിയില്ല എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ട്. കാരണം ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥർക്കോ ഒരു ഭരണസമിതിക്കോ മാത്രം ചെയ്യാവുന്ന അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. PS പ്രശാന്ത് കൂടി
കൂടുതൽ പ്രതിരോധത്തിലാകുന്നതോടുകൂടി സർക്കാരും പാർട്ടിയും എല്ലാം ഒരുപോലെ വെട്ടിലാണ് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം കൂടി എത്തുന്നതോടെ ഇരട്ടി പ്രഹരമാണ് എന്നുള്ളതാണ്.